നമസ്കാരാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ 60-ാമത്തെ ദശകത്തിൽ 8-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞത്. അതിരുക്യ തടങ്കൃതാഞ്ജലി പരിശുദ്ധാസുഗതിർ നിരീക്ഷ്യത വസനാനഖിലാന്യനുഗ്രഹം പുനരേവം ഗിരം അപ്യതാമുദ. ഭഗവാൻ നിർബന്ധിച്ചതിനെ തുടർന്ന് ഇവരെല്ലാം വെള്ളത്തിൽ നിന്ന് കയറി വസ്ത്രമില്ലാണ്ടാണ് അവർ വെള്ളത്തിൽ നിൽക്കുന്നത്. ഭഗവാനെ തൊഴുത് വസ്ത്രങ്ങൾ വാങ്ങി തിരിച്ചുപോയി. സത്യത്തിൽ ഭഗവാനും ഗോപികളും രണ്ടല്ല, ഭഗവാനും ഈ ലോകം തന്നെ രണ്ടല്ല, ഒക്കെ ഒന്നല്ലേ. ആ മഹത്തായ തത്വം ഇവർക്ക് ബോധ്യമാവണം. എപ്പോൾ ഭഗവാൻ വേറെ എന്ന് തോന്നിയോ വസ്ത്രമില്ലാതെ അവർക്ക് മുന്നിൽ വരാൻ മടി വരും. എപ്പോൾ ആ ഭേദബുദ്ധി ഇല്ലാതായോ പിന്നെ ഭഗവാൻ അന്യനല്ലല്ലോ. അപ്പോൾ എല്ലാം ഒന്ന് എന്ന സർവങ്കല്ലിതം ബ്രഹ്മ എന്ന പരമതത്വത്തിലേക്ക് എത്തിക്കുകയാണ് വസ്ത്രാപഹാരലീല. അല്ലാണ്ട് സ്ത്രീയോ പുരുഷനോ അല്ലാത്ത ഭഗവാന് ഈ സ്ത്രീകളെ കണ്ടിട്ട് എന്ത് തോന്നാനാ? പുരുഷന് സ്ത്രീയുടെ ആഗ്രഹം ഉണ്ടായിന്ന് വരാം, ആസക്തി ഉണ്ടായിന്നും വരാം. സ്ത്രീക്ക് സ്ത്രീയോടോ പുരുഷനോടോ പോലും സാധാരണ നിലയ്ക്കുണ്ടാവില്ല. അല്ലാത്ത ചില കേസുകളുണ്ട്, അതുകൊണ്ടാണ് സാധാരണ നിലയ്ക്ക് എന്ന് പറഞ്ഞത്. പിന്നെ ഭഗവാനെ എങ്ങനെയാണ് ഭഗവാൻ സ്ത്രീയുമല്ല പുരുഷനുമല്ല ഷണ്ടനുമല്ല. ന സ്ത്രീന ഷണ്ടോ ന പുമാന്ന ജന്തു, നപുംസകമല്ല, ഇതൊന്നുമല്ല. ആ ശക്തിക്ക് എങ്ങനെ സ്ത്രീകളിൽ ആസക്തി ഉണ്ടാവും? ഇപ്പം കറണ്ടിന് സ്ത്രീയിൽ ആസക്തി ഉണ്ടാവുമോ? സൂര്യപ്രകാശത്തിന് സ്ത്രീ പുരുഷ ബന്ധത്തിന് താല്പര്യം ഉണ്ടാവുമോ? കാറ്റിന് സ്ത്രീ പുരുഷ ബന്ധത്തിന് താല്പര്യം ഉണ്ടാവുമോ? ഇതൊക്കെ എനർജിയാണ് സത്യത്തിൽ. എന്തോ ഒരു ശക്തി, അതിന് സ്ത്രീ പുരുഷ ഭേദമോ നമുക്കുള്ള വികാരവും ഇല്ല. അങ്ങനത്തെ ഒന്ന് തന്നെ ഭഗവാൻ. അതിന് കൽപ്പിച്ച രൂപം നമുക്ക് വേണ്ടി, അത്രയേ ഉള്ളൂ. അത് കൽപ്പിക്കുകയാണെന്ന് പ്രത്യേകം ഓർക്കണം. കൽപ്പിക്കപ്പെട്ട ആ രൂപത്തിന് എങ്ങനെ വികാരം ഉണ്ടാവും? പലരും സമ്മതിക്കില്ല. ചില സകാമ ഭക്തന്മാരും സകള ഭക്തന്മാരും തന്നെ പറയാം, അയ്യേ കൃഷ്ണനൊക്കെ കൽപ്പിക്കപ്പെട്ടത് എന്ന് പറയാൻ എനിക്കിഷ്ടമല്ല കേട്ടോ, കൃഷ്ണൻ ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ആയിക്കോട്ടെ, അങ്ങനെ വിശ്വസിച്ചോടെ, ഒന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ പരമമായ സത്യം അതല്ല. പരമമായ സത്യം അതല്ല. ഭാഗവതം ഉറപ്പിച്ച് പറയണു അല്ല. അപ്പം അതൊക്കെ എല്ലാവരോടും പറയേണ്ട കാര്യങ്ങളല്ല. എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞാൽ ഇതൊക്കെ ഇല്ലാത്തതെന്ന് വരും. കുറച്ചങ്ങോട്ട് തത്വജ്ഞാനത്തിലേക്ക് എത്തിയവരോടെ പറയാവൂ എന്ന് തന്നെ ഉണ്ട്. അപ്പം നമ്മൾ തമ്മിൽ പറയാൻ കാരണം എന്താ വെച്ചാൽ ഭാഗവതവും നാരായണിയൊക്കെ ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടാണല്ലോ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, കൽപ്പിത രൂപമാണ് ഇതൊക്കെ എന്നതാണ് സത്യം. ആ ഈശ്വരന് എങ്ങനെ സ്ത്രീകളിലൊരു കമ്പം തോന്നും? അത് മനസ്സിലാക്കണമെങ്കിൽ ഈ പറഞ്ഞത് ജനങ്ങളിലേക്ക് മനസ്സിൽ കയറണം വെച്ചാൽ ഞാൻ ഈ പറഞ്ഞത് പറയണം, ഇത് കൽപ്പിതമാണെന്ന്. അങ്ങനെ പറഞ്ഞാലല്ലേ ഈ പറയണതിന് അർത്ഥമുള്ളൂ. കൽപ്പിതം അല്ലെങ്കിൽ ഏത് പുരുഷനാ സ്ത്രീയിൽ താല്പര്യമില്ലാണ്ടിരിക്കുക? ഒരു പുരുഷനും താല്പര്യമില്ലാണ്ടിരിക്കില്ല ബയോളജിക്കലി. അപ്പോൾ ഇത് ഇവിടെ സംഗതമല്ല എന്ന് സ്ഥാപിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ഈശ്വരൻ്റെ രൂപം കൽപ്പിതമാണ്. അതുകൊണ്ട് കൃഷ്ണൻ ജീവിച്ചിരുന്നു, രാമൻ ജീവിച്ചിരുന്നു എന്ന് സ്ഥാപിക്കാൻ ഉള്ള വ്യഗ്രത വേണ്ട. അത് സ്ഥാപിക്കും വേണ്ട, നിഷേധിക്കും വേണ്ട. തിയററ്റിക്കലി അത് കൽപ്പിതമാണ് എന്നാണ് പറയണത്. കൽപ്പിതമാണ്.
ഏതായാലും വിദിതം നനുവോ മനീഷിതം വിദിതാരർത്തികയോഗ്യമുത്തരം യമുനാ പുളിനേ സചന്ദ്രികാ ക്ഷണതായിത്യബലാത്വമൂചിവൻ. എന്താണ് പറഞ്ഞത്? വസ്ത്രം കൊടുക്കുമ്പോൾ അനുഗ്രഹം പറഞ്ഞു, ഗിരം എന്ന് പറഞ്ഞു മുമ്പത്തെ ശ്ലോകത്തിൽ. ആ വാക്ക് എന്താ ചോദിച്ചാൽ വിദിതം നനുവോ മനീഷിതം. മനീഷിതം മനസ്സിൽ ഉദ്ദേശിച്ചത്. നിങ്ങളുടെ മനസ്സിൽ എന്താണോ നിങ്ങൾ ഉദ്ദേശിച്ചത് അത് ഞാൻ അറിഞ്ഞിരിക്കുന്നു. വിദിതം അറിഞ്ഞു. ഞാനുമായിട്ടുള്ള സംഗമം അതാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. വിദിതാരസ്ഥിക യോഗ്യമുത്തരം, ഇതിലുത്തരമായ യോഗ്യമായിരിക്കുന്ന മറുപടി അല്ലെങ്കിൽ അനുഭവം ഞാൻ നിങ്ങൾക്ക് തരാം. എപ്പോൾ? മേലിൽ, ഇപ്പോഴല്ല, മേലിൽ. യമുനാ പുളിനെ സചന്ദ്രികാ. സചന്ദ്രിക യമുനാ പുളിനെ, നിലാവുള്ള യമുനയുടെ തീരത്ത് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന അനുഭവം നൽകാം. ഞാനുമായിട്ടുള്ള ചേർച്ച. ക്ഷണത, അധികം താമസിയാതെ. ഇത്യബലാസ്ത്വമൂജിവാൻ, അബലകളോട് പറഞ്ഞു. അബലാം, അബലകളോട്. ഊജിവാൻ പറഞ്ഞു. എന്തേ പറഞ്ഞത്? വിദിതം നനുവോ മനീഷിതം. വിദിതാരർ, ഞാൻ നിങ്ങളുടെ അന്തർഗതം അറിഞ്ഞിരിക്കുന്നു. അതിനുള്ള അനുഭവം. യോഗ്യമുത്തരം യമുനാ പുളിനെ സചന്ദ്രിക. സചന്ദ്രിക യമുനാ പുളിനെ നിങ്ങൾക്ക് നൽകാം. ക്ഷണത ഇത്യബലാം ത്വമൂചിവാൻ. വിദിതം നനുവോ മനീഷിതം വിദിത ആരർത്തിക യോഗ്യമുത്തരം. ഇതിനനുസരിച്ചിട്ടുള്ള ഉത്തരമോ അനുഭവമോ. ഉത്തരം എന്നൊക്കെ പറഞ്ഞാൽ പല അർത്ഥങ്ങളാണ്. നിങ്ങൾക്ക് മനസ്സിലുള്ള ആഗ്രഹത്തിൻ്റെ അനുഭവം ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യമുനാ തീരത്ത് നിലാവത്ത് നൽകിക്കൊള്ളാം. ഇപ്പോൾ വരാൻ പോകുന്ന രാസക്രീഡയുടെ ഒരു മുന്നോടിയാണ് വസ്ത്രാപഹരണം എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല. അതിനു മുമ്പേ ഭഗവാൻ ആര്, ഗോപികൾ ആര് എന്ന് വ്യക്തമാക്കുന്ന ഒരു ഭാഗമാണത്. ഭഗവാൻ പരബ്രഹ്മമാണ്. ഉപകർണ്യ ഭവൻ മുഖച്യുതം മധുനിശ്യന്തി വചോ മൃഗീദൃശ പ്രണയാത ഈ വീക്ഷ്യ ദേവതന ചഞ്ചനഗൃഗംഗത. ഭവൻ മുഖച്യുതം വചോ ഉപകർണ്യ. ഭഗവാനെ, അങ്ങയുടെ മുഖത്ത് നിന്ന് വീണ അമൃതതുല്യമായ മധു തേനാണ്. തേനൊഴുകുന്ന വാക്ക് കേട്ടിട്ട്. ഉപകർണ്യ, കേട്ടിട്ട്. മൃഗീദൃശ, മാൻകണ്ണിമാരായ ഗോപികമാർ എന്തു ചെയ്തു? മടങ്ങിപ്പോയി. ശനകേർ ഗൃഹം ഗത, മെല്ലെ മെല്ലെ വീട്ടിലേക്ക് പോയി. പോകാനവർക്ക് കാല് വരുന്നില്ല ഭഗവാന്റെ അടുത്തുനിന്ന് പോകാനേ. എങ്ങനെ പോയി? പ്രണയാദൈ വീക്ഷ്യതേ, അനുരാഗം കൊണ്ടും സ്നേഹം കൊണ്ടും ഭഗവാനെ കടാക്ഷിച്ച് നോക്കി നോക്കി നോക്കി, പിന്നാക്കം തിരിഞ്ഞ് നോക്കി നോക്കി നോക്കി, വീക്ഷ്യ 2 പ്രാവശ്യം നോക്കി നോക്കി, പിന്നാക്കം തിരിഞ്ഞ് നോക്കി നോക്കി, ഗൃഹം ഗത, വീട്ടിലേക്ക് പോയി. മെല്ലെ മെല്ലെ അവർ വീട്ടിലേക്ക് പോയി. ഇതി നന്നനുഗൃഹ്യ വല്ലവീ വിപിനാന്തേഷു പുരേവ സഞ്ചരൻ കരുണാശിശിരോ ഹരേ ഹര ത്വരയാ മേ സകലാമയാവലിം. മേ സകലാമയാവലിം ത്വരയാ ഹര. എൻ്റെ രോഗത്തെ ത്വരയാ വേഗം ഇല്ലാണ്ടാക്കി തരേണമേ. ഹര, ഹരിച്ചാലും. പ്രാർത്ഥനയാണ്. സകലാമയാവലിം. ബാക്കി വരികളുടെ അർത്ഥമേ പറയണ്ടു. കരുണാശിശിരോ ഹരേ, കരുണയോട് കൂടിയിട്ടുള്ള ഗുരുവായൂരപ്പ, അങ്ങ് കരുണാസമുദ്രമല്ലേ. എൻ്റെ സമൂഹത്തെ എന്താണ് നശിപ്പിക്കാത്തത്? പിന്നെ അതിന് മുമ്പത്തെ വരി ഇതി നന്നു അനുഗൃഹ്യ വല്ലവി. വല്ലവി സ്ത്രീകളെ നന്നായി അനുഗ്രഹിച്ചിട്ട് വിപിനാന്തേഷു പുരേവ സഞ്ചരൻ, കാട്ടിൽ കൂടെ തന്നെ ഭഗവാൻ സഞ്ചരിച്ചു. അനുഗ്രഹിച്ചതിന് ശേഷം സഞ്ചരിച്ചു. അങ്ങനെയുള്ള
കരുണാകരനായിട്ടുള്ള ഭഗവാനെ എൻ്റെ രോഗത്തെ മാറ്റണമേ. വിദിതം നനുവോ മനീഷിതം വിദിതാരർത്തികയോഗ്യമുത്തരം യമുനാ പുളിനെ സചന്ദ്രിക ക്ഷണത ഇത്യബലാസ്തമു. ശിവൻ അബലകളോട് യമുനാ തീരത്ത് ഇതിന് ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അനുഭവം നൽകാം എന്നിപ്രകാരം പറഞ്ഞു. കേട്ടിട്ടാണ് അടുത്ത ശ്ലോകം. ഉപകരണ്യഭവന്മുഖ ച്യുതം. അച്യുതല്ല കേട്ടോ, ച്യുതം എന്നാണ്. ച്യുതം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മുഖത്തു നിന്ന് വീണതായ വാക്കുകൾ. അച്യുതം എന്ന് പറഞ്ഞാൽ വീഴാത്തത്, ച്യുതി ഇല്ലാത്തവൻ, വീഴ്ച ഇല്ലാത്തവൻ എന്നുള്ളതാണ് അച്യുതൻ. ഇവിടെ ച്യുതം, ച്യുതനല്ല ച്യുതം, വീണതായ, അഡ്വർബാണ്. വീണതായ ഭഗവാന്റെ മുഖത്തു നിന്ന് ഇപ്രകാരം വീണതായ വാക്കുകൾ ആണ് ഭവന്മുഖ ച്യുതം. അച്യുതമല്ല, ഭവന്മുഖ ച്യുതം, വീണ വാക്കുകൾ. എങ്ങനത്തെയാണ്? തേനൊഴുകുന്ന വാക്കുകൾ. മധു നിഷ്യന്തി വചോ മൃഗീദിശ. തേൻ കുടിക്കുന്ന മാധുര്യത്തോട് കൂടിയിട്ടാണ് അവർ കേട്ടത്. ഭവന്മുഖ ച്യുതം പ്രണയാദയി വീക്ഷ്യതേ വദന ചംശന ഗൃഹംഗത. താമര പോലത്തെ മുഖം തിരിച്ച് നോക്കി അവർ വീട്ടിലേക്ക് പോയി. ഇതിനനുഗൃഹ്യ വല്ലവീർബിബിനാം ദേശു പുരേവ സഞ്ചരൻ. തുടർന്ന് കാട്ടിൽ സഞ്ചരിച്ചു ഭഗവാൻ. അല്ലയോ ഭഗവാനെ, എൻ്റെ രോഗത്തെ മാറ്റിത്തരയണമേ. കരുണാശിശിരോ ഹരേ ഹര ത്വരയാമേ സകലാമയാവലിം. ശുഭദിന ആശംസകളോടുകൂടി നിർത്തുന്നു. നമസ്കാരം.